മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ വിതരണം ചെയ്ത കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് ജ്യൂസ് മാർച്ച് 24-ന് കാലാവധി അവസാനിച്ച ജ്യൂസാണ് ഇന്ന് യാത്രക്കാർക്ക് വിതരണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് ട്രെയിൻ സർവീസിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പ്രശ്നങ്ങൾ വളരെ മോശമായ നിലയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. പാൻട്രി കാറിലടക്കം മോശം ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഇത്തരം കരാറുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിലുള്ള ശ്രദ്ധ, വേണ്ട പരിശോധനകളൊന്നും ഉണ്ടാകുന്നില്ല എന്നത് വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ്. ഇത്തരം അനുഭവങ്ങൾ വന്ദേ ഭാരതിലാണ് ഏറ്റവും കൂടുതൽ പണം മുടക്കി യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് കാലാവധി കഴിഞ്ഞ ജ്യൂസ് യാത്രക്കാർക്ക് നൽകുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ലിഷോയ്, അനാസ്ഥയുടെ, കെടുകാര്യസ്ഥതയുടെ, ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. റെയിൽവേ സംവിധാനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല സർവീസ് കിട്ടുന്നു എന്ന് വിചാരിക്കുന്ന വന്ദേ ഭാരതിൽ നിന്നാണ് ഈ കാഴ്ചകൾ. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇതിനെ? മധു, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, യാതൊരു വിധത്തിലും ഒരു വിലയും ജനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഇതുപോലെ തന്നെ തുടരും എന്ന് ആവർത്തിച്ച് പറയുന്നതിന് സമാനമാണ് ഇന്നത്തെ ഒരു സംഭവം. മാർച്ച് മാസത്തിൽ കാലാവധി കഴിഞ്ഞ ജ്യൂസ് ഇന്നിപ്പോൾ മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഇത്തരത്തിൽ ഈ ജ്യൂസ്, ഈ ഭക്ഷണത്തോടൊപ്പം നൽകുന്ന ജ്യൂസ് കാലാവധി കഴിഞ്ഞ, അതും മാർച്ച് മാസത്തിൽ കാലാവധി കഴിഞ്ഞാണ്. ഇതിപ്പോൾ ഏപ്രിലും കഴിഞ്ഞു, മെയ് മാസം കഴിയാറായി, ജൂൺ മാസത്തിലേക്ക് കടക്കുകയാണ്. 2 മാസത്തിലധികമായി ഇത്തരത്തിൽ ഈ ജ്യൂസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട്. ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ് ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധ മൂലം മരണങ്ങൾ വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഏറ്റവും അധികം പണം നൽകി നമ്മൾ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഈ വീണ്ടും ഇത്തരത്തിൽ, ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല, മുൻപ് നമുക്ക് കൊച്ചിയിൽ ഒരു അനുഭവമുണ്ട്. കൊച്ചിയിൽ ഈ വന്ദേ ഭാരതിന് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ എത്രത്തോളം വൃത്തിഹീനമാണ് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. അവിടെ പരിശോധനകൾ നടത്തി. അപ്പോൾ കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കും, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ മാത്രമാണ് അന്നൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും വീണ്ടും അതൊക്കെ തന്നെ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.